നോ വെരി ബാഡ്. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കണ്ടാടി? നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കണ്ടാടി? സോറി. നിങ്ങളുടെ കാരണമാണ് എന്റെ ഭാര്യ ഗീത് ഇവിടുന്ന് പിണങ്ങിപ്പോയത്. സോറി. നാട്ടുകാർ നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. സോറി. ഡാഡിക്ക് സോറി എന്നല്ലാതെ വായിന്ന് വേറെ ഒന്നും വരത്തില്ലേ? അല്ലാതെ ഇംഗ്ലീഷ് വേറെ വല്ല വാക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റ നീ അതിന്റെ അർത്ഥം അറിയാതെ കിടന്ന് ഓട് ഇവിടെ കിടന്നു. പ്രസിഡൻസിലെ തരകൻ സാർ എന്നോട് ചോദിച്ചു, നിന്റെ ഡാഡിക്ക് എന്താണ് അസുഖമെന്ന്. എനിക്ക് പറയാൻ പറ്റോ? കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ ഊച്ചൂച്ചയെ കണ്ട് പേടിച്ച് പെടുക്കണ അസുഖമാണെന്ന്. ഞാനൊക്കെ പേടിച്ചിരിക്കുകയാണ്. നീ എന്താണ് പറഞ്ഞത്? ഡിപ്പാർട്ട്മെന്റ് എന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരെ മുട്ടുപറയ്ക്കും. ധൈര്യം. DGP തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഓർമ്മ വെച്ച കാലം മുതൽ ഈ അസുഖം എനിക്ക് ഉണ്ട്. എത്ര വയസ്സായി ഇപ്പൊ? 63 വയസ്സായി. ഡാഡി ആ കാണുന്ന സൂപ്പർ മാർക്കറ്റ് കണ്ട? ആ കണ്ടല്ലോ. അത് പണ്ടൊരു പെട്ടിക്കടയായിരുന്നു. ഡാഡി അവിടുന്ന് സ്നഗ്ഗി മേടിച്ച് ആ ലാഭം കൊണ്ടാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. ഭയങ്കര ധൈര്യശാലിയാണെന്ന് പോലും. ധൈര്യശാലി. നീ എന്റെ അങ്ങനെ സംസാരിക്കരുത്. ഞാൻ എങ്ങനെ പേടിച്ചെന്നാ നീ പറയുന്നത്? ഒരു പേടിയില്ലേ? ഒരു പേടിയില്ല. എന്നിട്ടാണ് സ്വന്തമായിട്ട് മൂത്രം ഒഴിക്കുമ്പം ആ മൂത്രം കണ്ടിട്ട് പെരുമ്പാമാടെന്ന് പറഞ്ഞ് പേടിച്ച് കട്ടിന്റെ അടിയിൽ വന്ന് കിടക്കുന്നത്. ഞാൻ പെരുമ്പാമെന്ന് പറഞ്ഞിട്ടില്ല. പറയുമ്പോ വ്യക്തമായിട്ട് പറയണം. കണ്ണാടിപ്പാമ്പെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഡാഡിയുടെ പേഴ്സിൽ നിന്ന് ഞാനൊരു 5000 രൂപ എടുത്തിട്ടുണ്ട്. നീ 5000 10,000 ഒക്കെ എടുത്തോളാം മോനെ. കാരണം എന്തെന്നറിയാമോ? ഒരു കപ്പലിന് മുട്ടായി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ തന്തമാരെ കൊല്ലുന്ന കാലമാണ്. ഗീത, ഒരു നിസ്സാര കാര്യം എന്തിനാ നീ ഡാഡിയെ വിളിച്ചു പറഞ്ഞത്? അമേരിക്കയിൽ നിന്ന് വന്നോ? ശരി നിന്റെ ഒരു കാര്യം എല്ലാം തകർന്ന്. എന്തോന്നാ ഗീതോളെ പപ്പയെ വിളിച്ച് പറഞ്ഞത് അമേരിക്കയിലെ ഡാഡിയുടെ അസുഖത്തിന്റെ കാര്യം. പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരുമോന്ന്? ഗീത പപ്പ വന്ന് മോക്കി പിടിച്ചേട്ടാ. ഇടാ എന്റെ അടുത്താരും കളിക്കൂല. ഞാൻ റിട്ടയർഡ് DGP ആണ്. പിന്നെ ഒരു കാര്യം അങ്ങേര് വരുമ്പോ പറയരുത് ഞാൻ ചാമ്പ കൂട്ടി വിളിച്ചിരിക്കുന്ന കാര്യം. പുള്ളി പറഞ്ഞ ഞാൻ എന്തു പറയും? എന്തോ വേണോ പറഞ്ഞു. ഒന്നാമത് ഞാനൊരു കാര്യം പറയട്ടെ. ഡൗറി എല്ലാം തന്ന പെങ്ങളെ കെട്ടിച്ച് വിട്ടതോ നന്ദൻ എല്ലാം ഓക്കെ. പക്ഷെ നീ നന്ദൻ അപ്പൊ നീയാണ് അവളെ നിലയ്ക്ക് നിർത്തേണ്ടത്. മനസ്സിലാക്കണം. അതുകൊണ്ട് നീ അവരെ ഞഞ്ഞ ഭർത്താവെന്ന് കേൾക്കരുത്. എന്തോ പപ്പ വെടിവെച്ചത്? എന്റെ തോക്കിലുണ്ടെങ്കിൽ ഒരു ആഗ്രഹം നിന്റെ സീരിങ് കേളാൻ. വന്നിട്ട് എത്ര സമയമായടാ? എത്ര ആഴ്ച നിന്നെ വിളിച്ചു നന്ദാന്ന്? നീ കേട്ടോ? മൈൻഡ് ചെയ്യണോ? വർമ്മ സാർ നിന്നെ പിരിഞ്ഞ് പോന്നോ? എനിക്കല്ലല്ലോ നിന്നെ നീപ്പി പോണം. നിങ്ങൾക്കല്ലേ നിന്നെ നീപ്പി പോകുന്നോണ്ട് കുഴപ്പമില്ല. ആ ഷൂവും കൂടെ ഊരി തട്ടി സൈഡിൽ വീഴട്ടെ. ഇല്ലെങ്കിൽ നടക്കുമ്പോ പ്ലക്കോ സൗണ്ട്. ഡാഡി വെറും കൈയോടാണ് വന്നത്. ഗീതുവിനെ കൊണ്ടുവന്നില്ലേ ഡാഡി? ഗീതുവിനെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഗീതുവിനെ കൊണ്ടുവരുന്നത് ഈ ജലദേവതയ്ക്ക് പുതപ്പ് കഴിവാനോ? പുതപ്പ് കഴുകി അവക്ക് ഇപ്പൊ ടെന്നീസ് എൽബോ അറിയാമോ? പെണ്ണിന് അപ്പൊ അവൾക്ക് അഹങ്കാരം. അസുഖം ഉണ്ടായിട്ട് അവൾ എന്തിനാ ടെന്നീസ് കളിക്കാൻ പോയത്? നിനക്ക് എന്താണ് കുഴപ്പം? നിനക്ക് എന്തോ കുഴപ്പം? അവളെ വിളിച്ചോണ്ട് വന്നൊരു സഹായത്തിന് കൊണ്ട് വന്നൂടായിരുന്നോ? ഇവിടെ വേണ്ടത് അവളല്ല വേണ്ടത്. പിന്നെ നല്ലൊരു വാഷിംഗ് മെഷീനാണ് ഈ വീട്ടിൽ വേണ്ടത്. എന്റെ മോളെ ഇവിടെ കെട്ടിച്ചയച്ചപ്പോ ആ പെണ്ണിനെ കൊണ്ട് ഇത്രയും പുതപ്പ് കഴിവിക്കാന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു തറവാട്ട് വാഷിംഗ് മെഷീൻ ഇല്ലെന്ന്? 3 വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. പക്ഷെ 3ന് പല്ലടിച്ചു പോയി. വാഷിംഗ് മെഷീന്റെ പല്ല് വരെ പോയി. പിന്നെ ആ പെങ്കുച്ചിന്റെ കൈയുടെ അവസ്ഥ പറയണോ? മകളുടെ കാര്യം കൂടുതൽ പറയുന്നു പറയണ്ട. എന്ത് ഗീത ഇവിടെ അങ്ങനെ ജോലിയൊന്നും ചെയ്യില്ല. 24 മണിക്കൂർ അവള് സീരിയൽ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാ അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ റിമോട്ട് എടുത്ത് ചാനലൊന്ന് മാറ്റി വെച്ചാൽ പോരെ? അതിനെനിക്ക് സമയമില്ലല്ലോ. ഞാൻ അപ്പുറത്തെ റൂമിലിരുന്ന് ഡോറ പൂജ കണ്ടോണ്ടിരിക്കുകയല്ലേ. കുട്ടികളല്ലേ, ഒന്നും അറിയത്തില്ലെന്നേ. അവർക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഇയാൾക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് അറിയാലോ. ആ പെണ്ണ വീട്ടിൽ പോയത്. നിങ്ങളെ മോളെ കുറിച്ച് സംസാരിക്കുന്നു വേണ്ട. എന്റെ മകൻ നിങ്ങളെ മകളെ കെട്ടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇന്നത്തെ ഒരു തറവാട്ടിൽ കുഞ്ഞിക്കാട് കണ്ടില്ലേ? അറിയാമോ? എങ്ങനെ സമയം കിട്ടും? നിങ്ങളെ പുറപ്പ് എഴുവാനല്ലേ അവർക്ക് സമയമുള്ളൂ. ഒന്ന് ഇരിക്കണ്ടേ ആ കൊച്ചെവിടെ? അതൊക്കെ പറ. എന്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരെ താമസിക്കുന്നത്. അവിടെ ഗവർണറും അവിടെ ഒരു ജഡ്ജും. രണ്ടുപേരും മുള്ളൂല. മുള്ളുന്നല്ലേ? അതെന്താ തെറ്റ്? ഞാനൊരു കാര്യം ചെയ്യാം. ഇതൊരു അസുഖമായിട്ടുള്ളൊരു സംഭവം അല്ല. പിന്നെ ഇത് അച്ഛനിങ്ങനെ കിടന്നുറങ്ങുമ്പോ ഡിപ്രഷൻ അടിക്കുന്നതാണ്. അതായത് രാത്രി സ്വപ്നത്തില് സാധനം ഇങ്ങനെ വരും. നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ പപ്പ മൂത്രമൊഴിക്കുന്നത്. അപ്പൊ നീയാണല്ലടാ പേടിപ്പിച്ച് പപ്പയെ. നീയല്ലേ ഈ ഊച്ചുച്ചെ കാണിച്ചോണ്ടിരിക്കുന്ന? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഡാഡിയുടെ ബാത്റൂമിലെ ബൾബ് ഒന്ന് മാറണം കേട്ടോ. എന്തിനാ ബാത്റൂമിലെ ബൾബ് മാറ്റുന്ന? എന്ത് കാര്യത്തിന്? ഈ ഹാളിലും അടുക്കളയിലും ഓടിയിടുന്ന ഇതെല്ലാം ചെയ്തിട്ട് എന്തിനു ബാത്റൂമിലെ ബൾബ് വിളക്ക് വെക്കാനാ? ബാത്റൂമിലെ ബൾബ് മാറ്റേണ്ട കാര്യമില്ല. ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല, അതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്റെ മോളെ വീട്ടിൽ പിന്നെ അവളെ പ്രസവിച്ച് എന്റെ കയ്യിലേക്ക് തരുമ്പോഴാ എന്റെ മോൾ ഇത്രയേ ഉള്ളായിരുന്നു. അറിയാമോ? പിന്നെ ഇവനെ പ്രസവിച്ച് തന്നപ്പോഴത്തേക്ക് ഇവരെ +2 പ്രായമായിരുന്നു.
അവളെ വിളിച്ചോണ്ട് പോവാ പപ്പ ഗീതുവിനെ. ഞാൻ നോക്കിക്കോളാം. ഈ കുടുംബത്തേക്ക് ഈ ജലദേവ ഉള്ളിടത്തോളം കാലം അവളെ കൊണ്ടുവരുന്ന പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സജഷൻ ഉണ്ട്. എന്താ? എന്റെ ഗീതുവിന് വേണ്ടി എന്റെ പപ്പയെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഗീതുവിനെ വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. എങ്ങനെ മനസ്സിലായില്ല? എന്റെ ഗീതുവിന് വേണ്ടി എന്റെ പപ്പ ഇവിടെ നിർത്തിയിട്ട് ഗീതുവിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. എങ്ങനെ മനസ്സിലായില്ലേ? എനിക്കും പിടി കിട്ടടാ, ഒന്നുകൂടെ പറയടാ. ഗീതുവിനെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് പപ്പേനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. അല്ല, അതല്ലേ ഇവിടെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങളെ മോൻ ഇവിടെ തുണി എഴുതുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതൊരു വിഷമം. അപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ? ഇല്ല, ഇല്ല. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കണമെന്നു. നിങ്ങൾ ഇവിടെ ഇവിടെ വന്നില്ലേ? ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കണം? ഇങ്ങനെ നോക്കാൻ സഹായാവൂലേ? ഫോണൊന്നും എടുക്കൂ. പോണം.